ഈ വിഷുദിനത്തിൽ ഞാൻ എത്തി നിൽക്കുന്നത് കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് കീഴിലുള്ള പൊൻകുവത്തെ ഏഞ്ചൽ വില്ലേജിലാണ്. എൻ്റെ ഇടതുവശത്തുള്ളത് തിരുവനന്തപുരം സ്വദേശി വിനീത്, എൻ്റെ വലതുവശത്തുള്ളത് ഇതിൻ്റെ നടത്തിപ്പുകാരൻ ഫാദർ റോയി മാത്യു വടക്കേരാണ്. ഒരുപാട് വിശേഷങ്ങളുണ്ട് പങ്കുവയ്ക്കാൻ. വിനീതിനെ രാവിലെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയത് ഈ ഫാദറാണ്. അതിൻ്റെ ഒരു കാരണം കൂടിയുണ്ട്. വിനീതേ, രാവിലെ ക്ഷേത്രത്തിൽ പോയോ? പോയി. ഏത് അമ്പലത്തിലാണ് പോയത്? ചെറുക്കടവ് അമ്പലത്തിൽ. ചെറുക്കടവ് അമ്പലത്തിൽ പോയി. ഭഗവാനോട് എന്നാ പറഞ്ഞു? നല്ല അറിവ് തന്നു പ്രാർത്ഥിച്ചു. നല്ല അറിവ് തരണമെന്നൊക്കെ പ്രാർത്ഥിച്ചു. ഇന്ന് ഈ വിഷുദിനത്തിൽ ഒരു ക്രൈസ്തവ മതവിശ്വാസിയായ വൈദികൻ അമ്പലത്തിൽ കൊണ്ടുപോകാനുള്ള കാരണം എന്താണ്? നമ്മൾ ഒരിക്കലും ജാതിയോ മതമോ നമ്മുടെ ശുശ്രൂഷകളിൽ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് വിഷു ദിനം വിനീതിനെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ്. പ്രത്യേകിച്ച് അവന് ഹൈന്ദവ വിശ്വാസത്തിൽ ജനിച്ചു വളർന്ന് ആ ആചാരങ്ങളോട് വലിയ താല്പര്യമുള്ള ഒരാളെന്ന നിലയിൽ അവനെ ഇപ്പോൾ മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അമ്പലത്തിൽ കൊണ്ടുപോകാറുണ്ട്. സാധാരണ എന്നേക്കാൾ കൂടുതൽ കൊണ്ടുപോകുന്ന ഇവിടെ ഞങ്ങളോടൊപ്പമുള്ള തോമസ് അച്ഛനാണ്. തോമസ് അച്ഛൻ കഴിഞ്ഞ വർഷവും അവനെ അമ്പലത്തിൽ കൊണ്ടുപോയി ദക്ഷിണ കൊടുത്തു, ഹോട്ടലിൽ പോയി സദ്യയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കഴിച്ച് അവൻ്റെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. വിനീത് ഹിന്ദുമത വിശ്വാസപ്രകാരം തന്നെയാണോ ഇവിടെ കഴിയുന്നത്? അതെ, അതെ. ഈ അമ്പലത്തിൽ പോകുന്നതിനും വിനീതിൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിനും ഒന്നും പ്രശ്നങ്ങളില്ല? ഇല്ല. ഈ പ്രത്യേക വിശേഷ ദിവസങ്ങളിൽ എങ്ങനെ സ്ഥിരമായി പോവാറുണ്ട്? അച്ഛൻ കൊണ്ടുപോകാറുണ്ടോ? അച്ഛൻ കൊണ്ടുപോകും. അച്ഛൻ കൊണ്ടുപോയിട്ട് തിരിച്ചു വരും. അച്ഛാ, ഈ വിനീതിൻ്റെ പേരിൽ ഇവിടെ ഒരു സ്ഥാപനം കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു, ഒരു തട്ടുകട. അതെന്താണ് ആ തട്ടുകടയ്ക്ക് പിന്നിലെ രഹസ്യം? വിനീത് ഇവിടുത്തെ ഏറ്റവും മിടുക്കനായ പയ്യനാണ്. കാരണം ഏത് ജോലി ചെയ്യുന്നതിനും ഒരു മടിയുമില്ല. ഞാനിവിടെ വന്നാൽ ഉടൻ തന്നെ എൻ്റെ വണ്ടി അവന് കഴുകും. കൂടാതെ ഇവൻ്റെ ദിനചര്യ എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റാൽ, ഇതൊരു വലിയ ഒരു കോമ്പൗണ്ടാണ്, ഇവിടെ കുറേ പേരൻസ് താമസിക്കുന്നുണ്ട്, വിവിധ സ്ഥാപനങ്ങളുണ്ട്. രാവിലെ അവന് ഗേറ്റിൻ്റെ അടുക്കൽ ചെന്ന് അവിടെ പേപ്പർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എല്ലാ വീടുകളിലും അവന് പേപ്പർ കൊണ്ടുപോയി കൊടുക്കും. അതിനുശേഷം അവന് പ്രാർത്ഥനയ്ക്ക് പോകും. പ്രാർത്ഥനയ്ക്ക് ശേഷം ഇവിടെയുള്ള പരിസരങ്ങളെല്ലാം വൃത്തിയാക്കും. അതുകൊണ്ട് ഏത് ജോലി ചെയ്യുന്നതിനും മടിയില്ല. ഞാനും പലപ്പോഴും കൃഷിക്കൊക്കെ പോകാറുണ്ട്. എൻ്റെ കൂട്ടത്തിൽ എല്ലാ കൃഷിപ്പണിക്കും അവൻ വരും. കഴിഞ്ഞ വർഷം ഞങ്ങൾ 180 വാഴ വെച്ചിരുന്നു. വാഴക്കൊല മുഴുവൻ തന്നെ വെട്ടിയത് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ്. നല്ല മിടുക്കനായ, കായിക ശേഷിയുള്ള, പണിയാൻ വലിയ ആഗ്രഹമുള്ള ഞങ്ങളുടെ ഒരു കൊച്ച് എന്ന നിലയിൽ ഞാൻ ഇവരുടെ വിവിധ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിച്ചു. 5 ഏഞ്ചൽ ഷോപ്പുകൾ ആരംഭിച്ചു. അതിൽ 5ാമത്തെ കട എന്ന നിലയിൽ ഒരു തട്ടുകട ആരംഭിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ പേര് വിനീതിൻ്റെ നാമത്തിൽ കൊടുക്കാമെന്ന് തീരുമാനിക്കുകയും വിനീതിൻ്റെ തട്ടുകട എന്ന് പേരിട്ടു. അതുപോലെ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ബിന്ദു മിനിസ്റ്ററാണ്. അതുകൊണ്ട് ജാതിക്കോ മതത്തിനോ അതീതമായി ഇവിടെയുള്ളവരുടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ സന്തോഷം കാണുന്നതാണ് ഞങ്ങളുടെ സന്തോഷം. അപ്പോൾ ആ ഒരു സന്തോഷത്തിന് വേണ്ടി അവൻ്റെ പേരിൽ നമ്മൾ കട നടത്തുന്നു. റോഡിൻ്റെ ഈ ഓരത്തുള്ള ഈ കടയിൽ നല്ല കച്ചവടമൊക്കെ ഉണ്ടോ? ഉണ്ട്. എന്തൊക്കെയാണ് അവിടെ കഴിക്കാൻ? പൊറോട്ട, ദോശ, ഓംപ്ലേറ്റ്, ചിക്കന് എല്ലാം ഉണ്ട്. നടത്തിപ്പൊക്കെ വിനീത് തന്നെയാ? ആൾക്കാരെയൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്? ആൾക്കാർ വരുന്നുണ്ട്, കുറച്ച് പേരൊക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? എൻ്റെ മാമിമാരുണ്ട്, ഒരു ചേട്ടനുണ്ട്. ടി വിയിലൊക്കെ വരുന്ന ഭയങ്കര സന്തോഷമാണോ? ആണോ? ഇവൻ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? യഥാർത്ഥത്തിൽ വിനീത് തിരുവനന്തപുരം റോട്ടറി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഞാൻ സ്പെഷ്യൽ സ്കൂൾ അസോസിയേഷൻ്റെ ചാർജ് ഉള്ളതുകൊണ്ട് മിക്കവാറും തിരുവനന്തപുരത്ത് പോകുമായിരുന്നു. അവിടെ എത്തുമ്പോൾ അവിടെ ഉള്ള റോട്ടറി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രിൻസിപ്പൽ മോത്തി ഹബീബ് എന്നുള്ള പ്രിൻസിപ്പൽ ആയിട്ട് പലപ്പോഴും സംസാരിക്കാറുണ്ട്. പ്രത്യേക സാഹചര്യത്തിൽ അവൻ്റെ മാതാപിതാക്കൾ മരിക്കാനൊക്കെ സാഹചര്യം വന്നപ്പോൾ ജ്യേഷ്ഠന് സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടുകൾ വന്നു. അപ്പോൾ അവനെ ഞാനും അവിടെ ചെല്ലുമ്പോൾ മിക്കവാറും കാണാറുണ്ട്. അവൻ എന്നോട് ഒരു സ്നേഹവും സൗഹൃദവും ഉണ്ടായിരുന്നു. അപ്പോൾ മോത്തി ടീച്ചർ ചോദിച്ചു, അച്ഛൻ്റെ കൂടെ നീ പോകുന്നു? അപ്പോൾ എൻ്റെ കൂടെ പോരാം എന്ന് പറഞ്ഞ് അവന് ഇവിടെ വരികയാണ് ഉണ്ടായത്. അവനിപ്പം ഇവിടെ സ്വന്തം വീട് പോലെ ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ ഏറെ സന്തോഷത്തോടെ എല്ലാ കാര്യത്തിലും അവൻ ഇൻവോൾവ് ആണ്. ഏതൊരു ജോലിയിലും വളരെ ഞങ്ങളോട് ഭയങ്കര കെയറിങ് ആണ്. വളരെ ഹാപ്പിയാണോ വിനീത്? ഇവിടെ സന്തോഷമുണ്ട്. അപ്പം എല്ലാവിധ വിഷു ആശംസകളും. ഹാപ്പി വിഷു. ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഹാപ്പി വിഷു. എന്തായാലും ഇതൊരു മഹത്തായ മാതൃക തന്നെയാണ്.
മനുഷ്യത്വത്തിൻ്റെ മഹത്തായ മാതൃക. സംജിത്ത് അർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.